ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് എ ലബോറട്ടറി എന്ന ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വർഷം OJTയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ലബോറട്ടറികളും നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. വളരെ വലിയ ലാബുകൾ തുടങ്ങി റൂട്ടീൻ ടെസ്റ്റുകൾ മാത്രം ചെയ്യുന്ന വളരെ ചെറിയ ക്ലിനിക്കൽ ലാബുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പലപ്പോഴും സന്ദർശിക്കുകയോ അതിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഒരു ലാബ് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? സാധാരണ ഷോപ്പ് തുടങ്ങും പോലെ ഒന്നും നമുക്ക് ലാബ് തുടങ്ങാൻ പറ്റില്ല. കാരണം ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗൗരവമേറിയ പ്രവർത്തനങ്ങളാണ് ഒരു മെഡിക്കൽ ലബോറട്ടറിയിൽ നടക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മാത്രമേ നമുക്ക് ഒരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റൂ. ഒരുപക്ഷെ കോഴ്സിന് ശേഷം നിങ്ങൾ ഉപരിപഠനമൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു ലാബ് തുടങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ സമയത്തേക്ക് എങ്ങനെയായിരിക്കണം ഒരു ലാബ് എന്നതിനെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ചില വിവരങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഒരു പ്രാഥമിക, ഒരു പ്രൈമറി ആയിട്ടുള്ള ഇൻഫർമേഷൻ ലെവലിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. റിക്വയർമെന്റ്സ് എന്തൊക്കെ ഉണ്ടായിരിക്കണം അടിസ്ഥാനപരമായിട്ട് ഒരു മെഡിക്കൽ ലബോറട്ടറി തുടങ്ങണമെങ്കിൽ? അഡിക്വേറ്റ് സ്പേസ് പ്രധാനപ്പെട്ടതാണ്. ആവശ്യത്തിനുള്ള സ്ഥലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡിക്വേറ്റ് എന്നുള്ള വാക്ക് ചേർക്കാനായിട്ടുള്ള കാരണം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ലാബിന്റെ സ്കോപ്പ് അനുസരിച്ച്, അതിന്റെ ഏത് ലെവലിലുള്ള ലാബാണ് എന്നതിനനുസരിച്ചായിരിക്കണം സ്പേസ്. നമുക്ക് ലാബിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഹൈറാർക്കിയെ കുറിച്ച് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സെറ്റപ്പിലാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ അങ്ങോട്ട് മേലേക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, CHC, then താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, ആ രീതിയിലേക്കാണ് നമ്മുടെ ഹെൽത്ത് സെക്ടറിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ കീഴിൽ വരുന്നത്, ഹെൽത്ത് സർവീസിന്റെ കീഴിൽ വരുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലേക്ക് പോകുമ്പോഴേക്കും മെഡിക്കൽ കോളേജുകൾ വരുന്നു. പിന്നെ അല്ലാതെ വർക്ക് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകളിലുള്ള ലെപ്രസി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫൈലറി ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള സ്പെഷ്യലൈസ്ഡ് ലബോറട്ടറികൾ, പിന്നെ വൈറോളജി ലബോറട്ടറി പോലുള്ള സ്പെഷ്യലൈസ്ഡ് ലബോറട്ടറികൾ, അങ്ങനെ ആ രീതിയിലേക്കാണ് ഗവൺമെന്റിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ലബോറട്ടറികളുടെ ഹൈറാർക്കി. സ്വകാര്യ മേഖലയിലാണെങ്കിൽ നമുക്കറിയാം വളരെ ചെറിയ ഒറ്റ റൂമിൽ മാത്രം പ്രവർത്തിക്കുന്ന വളരെ ചെറിയ ക്ലിനിക്കൽ ലബോറട്ടറികളുണ്ട്. വളരെ വലിയ ബിൽഡിങ്ങുകളിൽ 1,00,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് പ്രവർത്തിക്കുന്ന വളരെ വലിയ ലബോറട്ടറി ഗ്രൂപ്പുകളും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ സ്പേസ് എന്നുള്ളത് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ലബോറട്ടറി എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ സ്പേസ് തീരുമാനിക്കേണ്ടത്. രണ്ടാമത്തായിട്ട് പറയുന്നത് വെന്റിലേഷൻ, നല്ല എയറേഷൻ ഉള്ള സ്ഥലമായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, പല ലാബുകളും എയർ കണ്ടീഷൻഡ് അല്ലേ? എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വെന്റിലേഷൻ. അത് നമ്മൾ മനസ്സിലാക്കുക. പ്രോപ്പർ ആയിട്ട് എയറേഷൻ ഉള്ള സാധ്യത ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ലൈറ്റ്, വെളിച്ചത്തിനുള്ള സംവിധാനങ്ങൾ. അത് നാച്ചുറൽ ലൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ വേണ്ട ലൈറ്റിംഗ് കൊടുക്കുക. ആവശ്യത്തിനുള്ള പവർ സപ്ലൈ നമ്മൾ ഹസാർഡ്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം എത്രമാത്രം പവർ നമുക്ക് ആവശ്യമുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. അതനുസരിച്ച് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എക്സ്പേർട്ടിന്റെയോ സഹായത്തോടു കൂടി ആയിരിക്കണം നമ്മൾ പവർ സപ്ലൈയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. വളരെ വലിയ ഇൻസ്ട്രുമെന്റ്സും സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ കൂടുതൽ പവർ സപ്ലൈ ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥാപനത്തിലേക്ക് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ട്രാൻസ്ഫോർമറോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള പവർ സപ്ലൈ ഒക്കെ വേണ്ടി വരാം. പിന്നെയുള്ളത് വാട്ടർ സപ്ലൈ ആണ്. ഏറ്റവും പ്രധാനമാണ് വാട്ടർ സപ്ലൈ. നമുക്കറിയാം റണ്ണിങ് വാട്ടറിന്റെ ഒരു രീതിയിലും മുടക്കമില്ലാത്ത ഒരു സപ്ലൈ നമുക്ക് എല്ലാ ലാബുകളിലും ആവശ്യമാണ്. പിന്നീട് വർക്ക് ബെഞ്ചുകളാണ്. വർക്ക് ബെഞ്ചുകളുടെ മാനദണ്ഡം വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പോലുള്ള നാച്ചുറൽ സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട്. മുൻകാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വുഡൻ ആണ്. വുഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ബ്രേക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ഗ്ലാസ് വെയർസിന്റെ. ഇപ്പൊ നവഡേയ്സ് വർക്ക് ബെഞ്ചുകൾ അത്ര അധികമായിട്ട് ഉപയോഗിച്ച് കാണാറില്ല. പിന്നീട് റിയേജൻസിനെ കുറിച്ച്, റിയേജൻസ് എന്ന് പറഞ്ഞ് വെറുതെ നമുക്ക് ഒരു വാക്കിൽ 2 വാക്കിലോ ഒതുക്കാവുന്ന ഒന്നല്ല. ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള റിയേജൻസ്, അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഏത് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻസ് അത് റെക്കഗ്നൈസ്ഡ്, ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ്, നാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും അക്രഡിറ്റഡ് ആയിട്ടുള്ള റിയേജൻസ് ആയിരിക്കണം. അത് നിർബന്ധമാണ്. നമ്മൾ കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ വില കുറഞ്ഞ റിയേജൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വില നമ്മൾ കൊടുക്കേണ്ടത്. വി ഹാവ് ടു പേ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. ലബോറട്ടറി എക്യുപ്മെന്റ്സ് ആണ്. ലബോറട്ടറി എക്യുപ്മെന്റ്സും നമുക്ക് ജനറലി പറയാൻ പറ്റില്ല. ഒരു വളരെ ചെറിയ ലാബിൽ വേണ്ടുന്ന എക്യുപ്മെന്റ്സ് അല്ല വളരെ എലാബറേറ്റ് ചെയ്ത ലാബുകളിൽ വേണ്ടി വരിക. അപ്പൊ നമ്മൾ തുടങ്ങാൻ ഉപയോഗിക്കുന്ന ലാബ് അനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യുക. എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ക്വാളിറ്റി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളുടെ മാത്രം ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. സാമ്പത്തിക ലാഭം നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും വില കുറഞ്ഞ, ക്വാളിറ്റി കുറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവസാനമായിട്ട് ലബോറട്ടറി പേഴ്സണൽസ് ആണ്. ലബോറട്ടറി പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അത് ടെക്നിക്കലും നോൺ ടെക്നിക്കലും ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ആളുകളൊക്കെ വ്യക്തമായ, കൃത്യമായ യോഗ്യതാ മാനദണ്ഡങ്ങളുടെയും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ റിക്വയർമെന്റ്സ് നമ്മൾ ഒരു 9 ഗ്രൂപ്പുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. സ്പേസിനെ കുറിച്ച് മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇറ്റ് ഷുഡ് ബി adequate for different sections. Space should be enough for proper arrangement of laboratory. Adequate space is needed to prevent overcrowding and to keep lab clean and properly organized. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ലാബിൽ നമ്മൾ എത്രമാത്രമാണ് അതിന്റെ സ്കോപ്പ്, ഏത് രീതിയിലുള്ള ലാബാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്പേസ് നമ്മൾ നിശ്ചയിക്കുക. വളരെ ചെറിയ രീതിയിൽ നമ്മൾ ഒരു ലാബ് തുടങ്ങിയിട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്നത് സ്പേസ് അത് തന്നെയായിരിക്കും, സ്പേസിൽ മാറ്റം വരുത്തുന്നില്ല. അപ്പൊ അവിടെ ഓവർ ക്രൗഡിങ് ഉണ്ടാവും. ഓവർ ക്രൗഡിങ് ഓഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല, ഓവർ ക്രൗഡിങ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് സംഭവിക്കും. ഓവർലോഡ് വരും, അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടോട്ടലി നമുക്ക് അവിടെ ഒരു അനാർക്കിക് സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ലാബ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയാൻ കാരണം അതാണ്. ഒരു സംഗതി ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നടന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മളുടെ ആവശ്യം അനുസരിച്ചുള്ള സ്പേസ് നമ്മൾ മുൻകൂട്ടി കണക്കാക്കുക. വെന്റിലേഷനെ കുറിച്ച് പറഞ്ഞു. വെന്റിലേറ്റഡ് ലാബില് എപ്പോഴും അവിടുത്തെ എയർ പല രീതിയിലുള്ള കണ്ടാമിനേഷന് വിധേയമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വായു കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ആരോഗ്യത്തിനെയും അതുപോലെ നമ്മളുടെ ടെസ്റ്റുകളെയും ബാധിക്കും. മൈക്രോബയോളജി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോപ്പർലി വെന്റിലേറ്റഡ് ആയിരിക്കണം എപ്പോഴും ലാബുകൾ. ലൈറ്റിംഗ് നമുക്കറിയാം. എനഫ് ലൈറ്റ് മൈക്രോസ്കോപ്പിനും അതുപോലെ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചം ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഇലക്ട്രിക് അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സിൽ നിന്ന് സഫീഷ്യന്റ് ആയിട്ടുള്ള വെളിച്ചം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പവർ സപ്ലൈ, അത് ഞാൻ സൂചിപ്പിച്ചതാണ്. പവർ സപ്ലൈയെ കുറിച്ച് നമ്മളുടെ നീഡ് മുൻകൂട്ടി മനസ്സിലാക്കി ആവശ്യത്തിന് ശേഷിയുള്ള രീതിയിലുള്ള പ്ലഗ് പോയിന്റുകളും സ്വിച്ചുകളും ഒക്കെ ഉപയോഗിക്കുക. ഇപ്പൊ പവർ പ്ലഗ് ആവശ്യമുള്ള സ്ഥലത്ത്, പവർ പ്ലഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആംപിയർ ഉള്ള പ്ലഗ് ആൻഡ് സോക്കറ്റ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ രീതിയിലുള്ള സോക്കറ്റ് തന്നെ അവിടെ പിടിപ്പിക്കുക. ഞാൻ പറഞ്ഞ ഒരിക്കലും നമ്മൾ ടെമ്പററി ആയിട്ടുള്ള തൽക്കാലത്തേക്കുള്ള ലാഭത്തിന് പോകാതിരിക്കുക. പിന്നെ പവർ സപ്ലൈയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊന്നുള്ളത്, ഒരു UPS സംവിധാനം, അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ ലബോറട്ടറികളിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഏർപ്പെടുത്തണം. കാരണം ഉപയോഗിക്കുന്ന അധികം ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കണക്റ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്, സോഫ്റ്റ്വെയർ ഓപ്പറേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ പെട്ടെന്നുള്ള പവർ സപ്ലൈ അതിന്റെ ആ സംവിധാനത്തിനെ, അതിന്റെ ഹാർഡ് ഡിസ്കിനെ സംവിധാനത്തിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാബിൽ പവർ സപ്ലൈ നമ്മൾ ഇപ്പൊ KCBDയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ സപ്ലൈ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു UPS സിസ്റ്റം കൂടി, ബാറ്ററികൾ ഉപയോഗിച്ചിട്ടുള്ള UPS സിസ്റ്റം കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ മറ്റൊരു നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് സോളാർ പവർ ആണ്. സോളാർ പവർ ഒരു ബാക്കപ്പ് സിസ്റ്റമായിട്ട് സോളാർ പവറും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
വാട്ടർ സപ്ലൈ നമുക്ക് കണ്ടിന്യൂസ് റണ്ണിങ് വാട്ടറിന്റെ ഒരു സ്റ്റോപ്പേജ് ഇല്ലാതെ നിരന്തരമായിട്ടുള്ള സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട്. ലാബിലെ വാഷിങ്ങും അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത് റണ്ണിങ് ടാപ്പ് വാട്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് മതിയായ മുനിസിപ്പൽ സപ്ലൈ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ആഴ്ചയ്ക്ക് 1-2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ മുനിസിപ്പൽ സപ്ലൈ എടുക്കുകയാണെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള വലിയ ടാങ്കുകൾ ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഒരിക്കലും വാട്ടറിന് ഒരു സ്കേഴ്സിറ്റി ഉണ്ടാകാത്ത രീതിയിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വർക്ക് ബെഞ്ചുകളെ കുറിച്ച് പറഞ്ഞു. വർക്ക് ബെഞ്ചുകൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതല്ലെങ്കിൽ റിയേജൻസ് വീഴുമ്പോൾ കൊറോഡ് ചെയ്ത് പോവാത്ത രീതിയിലുമുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ അധികം നമ്മൾ ഉപയോഗിച്ച് കാണുന്ന ഗ്രാനൈറ്റ് പോലുള്ള നാച്ചുറൽ സ്റ്റോൺസ് ആണ്. പക്ഷെ അതിനൊക്കെ നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ വീണ് കഴിഞ്ഞാൽ പലപ്പോഴും അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കെയർഫുൾ ആയിട്ട് റിയേജൻസ് ഒക്കെ കൈകാര്യം ചെയ്യണം. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. വുഡിനുള്ള ഒരു പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത് വുഡ് ഒരിക്കലും തന്നെ വാട്ടർ റെസിസ്റ്റന്റ് അല്ല. ജലാംശം കൂടുതൽ കടന്നു കഴിഞ്ഞാൽ വുഡ് നശിച്ചു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. പക്ഷെ പല അഡ്വാൻറ്റേജുകളുമുണ്ട്. ചില റിയേജൻസ് ഒക്കെ വുഡിൽ വീണ് കഴിഞ്ഞാൽ വുഡുമായിട്ട് അത് നോൺ റിയാക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഹാം ഉണ്ടാകാറില്ല. നാച്ചുറൽ സ്റ്റോൺസ് ചില എസ്പെഷ്യലി കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നാച്ചുറൽ സ്റ്റോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ഓരോ ലാബിന്റെ ഓരോ പ്ലേസിലും ഏത് രീതിയിലാണ് അവിടെയുള്ള റിക്വയർമെന്റ് എന്നനുസരിച്ച് നമ്മൾ വർക്ക് ബെഞ്ചുകൾ ക്രമീകരിക്കുക. വർക്ക് ബെഞ്ചുകളുടെ ഡയമെൻഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ വളരെ ഉയർന്ന രീതിയിലോ അല്ലെങ്കിൽ വളരെ ഹൈറ്റിലോ അല്ലെങ്കിൽ വളരെ താഴ്ന്ന രീതിയിലോ ഒന്നും വർക്ക് ബെഞ്ചുകൾ ഫിറ്റ് ചെയ്യരുത്. കൃത്യമായ രീതിയിൽ അവിടെ വർക്കേഴ്സിന് ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ഈസിയും അതുപോലെ ഫലപ്രദമായ രീതിയിൽ വേണം വർക്ക് ബെഞ്ചുകൾ നമ്മൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. റിയേജൻസ് നമ്മുടെ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാളിറ്റിയിൽ യാതൊരു രീതിയിലുള്ള ഒരു കോംപ്രമൈസും നമ്മൾ നടത്തരുത്. ഏറ്റവും നല്ല രീതിയിലുള്ള റിയേജന്റുകൾ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിന് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള അറിവ് കുറവുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകളോട് ചോദിക്കുക. അതുപോലെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ റിയേജൻസ് നമ്മൾ വാങ്ങാവൂ. റിയേജൻസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു ഫേമിൽ നമ്മൾ നേരെ പോയിട്ട് വാങ്ങുന്നതിനേക്കാൾ നല്ലത് സെയിം കമ്പനിയുടെ തന്നെ കൂടുതൽ ഡീലേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കോമ്പറ്റിറ്റീവ് കൊട്ടേഷൻ ബിഡിങ് നടത്തിയിട്ട് ലോവസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ കറക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു ശീലം അവർക്കുണ്ടെങ്കിൽ അതുകൂടി കണക്ക് എടുത്തിട്ട് വേണം നമ്മൾ റിയേജൻസ് വാങ്ങാൻ വേണ്ടിയിട്ട്. ലാബ് എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എക്യുപ്മെന്റ്സിന്റെ സെലക്ഷൻ. കാരണം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. ലക്ഷങ്ങൾ വില വരുന്ന എക്യുപ്മെന്റ് നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും എക്യുപ്മെന്റ് വാങ്ങി അതിൽ ബുദ്ധിമുട്ടി പോകരുത്. കൃത്യമായ മാർക്കറ്റ് സ്റ്റഡി നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിച്ചിട്ട് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങാൻ ശ്രമിക്കുക. എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മെയിൻ്റനൻസും സർവീസുമാണ്. ഏറ്റവും നല്ല എക്യുപ്മെന്റ് ആയിരിക്കാം ഒരു പക്ഷേ അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ അതിന്റെ സർവീസിലുള്ള ടെക്നീഷ്യൻ സർവീസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ അത് വാങ്ങുന്നത് അത്ര ബുദ്ധിയല്ല. അപ്പോൾ ഇൻസ്ട്രുമെന്റ് പെർഫോമൻസ് അതുപോലെ തന്നെ അതിന്റെ സർവീസ് അവൈലബിലിറ്റി, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ക്വാളിറ്റി എല്ലാം കൂടി സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ലാബിലേക്കുള്ള എക്യുപ്മെന്റ്സ് വാങ്ങുക. പിന്നെ ലാബില് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് മാത്രമല്ല, നമുക്കറിയാം ഗ്ലാസ് വെയർസ് ഉണ്ട്, അതുപോലെ മൈക്രോസ്കോപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളുടെ ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ആ ലിസ്റ്റ് അനുസരിച്ചുള്ള ഉപകരണങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് വാങ്ങേണ്ടത്. പിന്നെ ലാബ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മളുടെ റീച്ചിൽ ഉണ്ടാകുന്ന രീതിയിൽ, കാരണം ഇതൊക്കെ എവിടെയെങ്കിലും ഷെൽഫിൽ വെച്ച് പൂട്ടാനുള്ളതല്ല. ഈ വസ്തുക്കളൊക്കെ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റീച്ചിൽ ഉണ്ടാകുന്ന രീതിയിൽ ആ വസ്തുക്കൾ എപ്പോഴും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എക്യുപ്മെന്റ്സ് അതുപോലെ ഗ്ലാസ് വെയർസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെൽഫുകൾ, ആ ഷെൽഫുകളുടെ ഒക്കെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ഷെൽഫിലും ഏത് സ്ഥാനത്താണ് റിയേജൻസ് സ്റ്റോർ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് കെമിക്കൽസിലും ഹസാർഡ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മളുടെ ഓർമ്മയിൽ കൃത്യമായിട്ട്
ഉണ്ടായിരിക്കേണ്ടതാണ്. ലബോറട്ടറി പേഴ്സണൽസ് എന്ന് പറയുമ്പോൾ ലാബിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമിക്കുന്ന ആളുകളെ കുറിച്ചാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറഞ്ഞ ആള്, അതൊരു നോൺ ടെക്നിക്കൽ പേഴ്സൺ ആണ് സാധാരണ രീതിയിൽ ഉണ്ടാകുക. അഡ്മിനിസ്ട്രേഷൻ ആണ് അയാളുടെ പ്രധാനപ്പെട്ട ജോലി. ലാബുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസും അതിന്റെ ലൈസൻസിങ് സംബന്ധിച്ച കാര്യങ്ങൾ, അതിന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ്, ഡേ ടു ഡേ അതിന്റെ പർച്ചേസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ മൊത്തം ചുമതലയുള്ള ഒരാളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ഉദ്ദേശിക്കുക. രണ്ടാമത്തെ ലബോറട്ടറി ടെക്നോളജിസ്റ്റുകളാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ചാർജായിട്ട് അല്ലെങ്കിൽ ഹെഡായിട്ട് വരുന്ന ടെക്നോളജിസ്റ്റുകൾ. അതിന് താഴെ ലബോറട്ടറി ടെക്നീഷ്യൻസും കഴിഞ്ഞ ലബോറട്ടറി അസിസ്റ്റൻസ്. ഇപ്പൊ ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം. BSc അല്ലെങ്കിൽ MSc MLT ഉള്ള ആളുകളെയാണ് നമ്മൾ സാധാരണ ലബോറട്ടറി ടെക്നോളജിസ്റ്റുകളായിട്ട് നിയമിക്കുക. ഡിപ്ലോമ MLT കഴിഞ്ഞ ആളുകളാണ് ലബോറട്ടറി ടെക്നീഷ്യൻസ് ആയിട്ട് വരിക. ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനെ, ഇപ്പോൾ VHSC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് നമുക്ക് ലബോറട്ടറി അസിസ്റ്റന്റ്. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളാണെങ്കിൽ നമുക്ക് അവരെ നമുക്ക് ലബോറട്ടറി ടെക്നീഷ്യൻസ് ആയിട്ട് പിന്നീട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഈ ടെക്നിക്കൽ പേഴ്സൺസിന്റെ സെലക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ലാബിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ റിസൾട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കീ പേഴ്സൺസ് എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ പീപ്പിൾ ആണ്, ലബോറട്ടറി പേഴ്സൺസ് ആണ്. അപ്പൊ അവരെ സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റിയും എക്സ്പീരിയൻസും ഒക്കെ കൃത്യമായ രീതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിയമിക്കാവൂ. ഇനി ഒരു ലബോറട്ടറിയുടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്, എങ്കിലും ജസ്റ്റ് ഒരിക്കൽ കൂടി നമ്മളത് കടന്നു പോകുന്നു. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ക്ലിനിക്കൽ പാത്തോളജി, സീറോളജി, മൈക്രോബയോളജി, ബ്ലഡ് ബാങ്ക്, ഹിസ്റ്റോപാത്തോളജി എറ്റ്സെറ്ററ. ഹെമറ്റോളജി നമുക്കറിയാം, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. ബയോകെമിസ്ട്രി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻസ്. ക്ലിനിക്കൽ പാത്തോളജിയിൽ ഡിഫറെന്റ് സ്പെസ്, യൂറിൻ, അതുപോലെ സ്റ്റൂള്, സ്പ്യൂട്ടം, സെമൻ തുടങ്ങിയ സ്പെസിമെൻസ്, അതിനെക്കുറിച്ച് ഉള്ള പഠനങ്ങളാണ് ക്ലിനിക്കൽ പാത്തോളജിയിൽ. സിറോളജിക്കൽ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ്. മൈക്രോബയോളജി നമുക്കറിയും പോലെ ബാക്ടീരിയോളജിയും പാരസൈറ്റോളജിയും മൈക്കോളജിയും ഒക്കെ ചേർന്നിട്ട് മൈക്രോബയോളജി. ബ്ലഡ് ബാങ്ക്, ബ്ലഡിന്റെ സ്റ്റോറേജ്, കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്, അതാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്. ഹിസ്റ്റോപാത്തോളജി കേട്ടിട്ടുണ്ട് നമ്മൾ, ബയോപ്സി സ്പെസിമെൻസ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂവിന്റെ പതോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ നടത്തുന്ന ഹിസ്റ്റോപാത്തോളജി. കൂടാണ്ട് ചില ആഡഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. സൈറ്റോപാത്തോളജി ഒക്കെ ആഡഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഞാൻ പറഞ്ഞത് ഒരു ലാബിന്റെ സ്കോപ്പ് അനുസരിച്ചിട്ട്, അതിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ലാബോറട്ടറി കൗൺസിൽ നിയമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ലാബോറട്ടറി കൗൺസിൽ നിയമം കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് നേരത്തെ പാസ്സാക്കി, കേരള ഗവൺമെന്റും അത് നിയമമാക്കിയിട്ടുണ്ട്. അപ്പൊ ലബോറട്ടറി കൗൺസിൽ നിയമം അനുസരിച്ച് ഓരോ ലാബിലും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസിന്റെ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ, അതിന്റെ സ്പേസിങ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ലബോറട്ടറികളെ ഗ്രേഡ് തിരിക്കാനുള്ള ഒരു സംവിധാനം നടപ്പാകുന്നുണ്ട്. അപ്പൊ ഒരു A ലെവൽ അല്ലെങ്കിൽ A ഗ്രേഡ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വേണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും സഫീഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആളുകൾ വേണം. ഒരു മിനിമം ഒരു സ്പേസ് റിക്വയർമെന്റ് ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ A ഗ്രേഡ് ലഭിക്കൂ. A ഗ്രേഡ് ലബോറട്ടറികൾക്ക് മാത്രമാണ് എല്ലാ ടെസ്റ്റുകളും ചെയ്യുവാനുള്ള അധികാരമുള്ളത്, അവകാശമുള്ളത്. ഇപ്പൊ ലബോറട്ടറികളുടെ ഗ്രേഡിംഗ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നിലവിലുള്ള ലാബുകളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പല പല ഗ്രേഡുകളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. A, B, C ഗ്രേഡുകളാണ്. ഇപ്പോൾ C ഗ്രേഡ്, അവസാനത്തെ ഗ്രേഡിൽ വരുന്ന ലാബുകൾക്ക് റൊട്ടീൻ ടെസ്റ്റുകൾ മാത്രം ചെയ്യുവാനുള്ള അവകാശമേ ഉണ്ടാകൂ. ഇപ്പൊ ലബോറട്ടറി കൗൺസിൽ നിയമം വന്നു കഴിയുമ്പോഴത്തേക്കും ക്വാളിഫിക്കേഷൻ ഉള്ള, അതായത് ഗവൺമെന്റ് അംഗീകൃത ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ലാബുകളിൽ ജോലി ചെയ്യാനുള്ള അനുവാദം ലഭിക്കൂ. ഈ ലാബുകളിൽ ഉൾപ്പെടുത്തേണ്ട ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് റിസപ്ഷൻ ഏരിയ ഉണ്ടാകണം, ദെൻ ഒരു റിഫ്രഷ്മെന്റ് റൂം വേണം, ടോയ്ലറ്റ്സ് വേണം. ഇതൊക്കെ നമ്മുടെ വർക്ക് ഏരിയക്ക് പുറത്തുള്ള, ആക്ച്വൽ വർക്ക് നടക്കുന്ന ഏരിയക്ക് പുറമേ ഉള്ള സംവിധാനങ്ങളായിട്ട്
ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇതൊക്കെ ഒരു മൾട്ടി റൂം അല്ലെങ്കിൽ മൾട്ടി ഡിപ്പാർട്ട്മെന്റ് ലാബുകൾക്കാണ് പ്രധാനമായിട്ടും വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഈ രീതിയിലുള്ള റിക്വയർമെന്റ്സ് വേണ്ടി വരിക. ഒരു മൾട്ടി റൂം ലബോറട്ടറിയുടെ ഒരു ലേ ഔട്ട് ആണ്, ഒരു പ്ലാൻ ആണിത്. ഒരു ലാബില് മിനിമം എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്, ഏതെല്ലാം രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലേ ഔട്ടാണ്. ഇപ്പൊ ലേ ഔട്ടില് ഓരോ ഏരിയകൾ വേർതിരിച്ചിട്ടുണ്ട്. പേഷ്യന്റ് സിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ, സാമ്പിൾ കളക്ഷൻ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, സാമ്പിൾ പ്രോസസിംഗ് ഏരിയ, റിഫ്രഷ്മെന്റ് റൂം ഫോർ സ്റ്റാഫ്, ക്ലിനിക്കൽ പതോളജി ഡിപ്പാർട്ട്മെന്റ്, ക്ലിനിക്കൽ ഹെമറ്റോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ലബോറട്ടറിയുടെ, അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ലബോറട്ടറിയുടെ ഒരു ഘടനയെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടൊരു ചിത്രമാണ് ഇത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഏരിയ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ട് ഇപ്പൊ സ്പെസിമെൻ പ്രോസസിംഗ് ഏരിയ കോമൺ ആണ്. ഒരു പേഷ്യന്റ് വന്നു, നമ്മൾ റിസപ്ഷനിൽ നിന്ന് ആ പേഷ്യന്റ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. സാമ്പിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ സാമ്പിൾ അയക്കണം എന്നുള്ളത് സ്പെസിമെൻ പ്രോസസിംഗ് ഏരിയയിൽ വെച്ച് ആ സ്പെസിമെൻ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അതിനെ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുക. ഇത് സാധാരണ പ്രവർത്തിക്കുന്ന ഒരു ലബോറട്ടറിയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ലാബുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ഹോസ്പിറ്റലുകളിലും അതുപോലെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് രീതിയിലേക്ക് ക്ലിനിക്കൽ ലാബുകൾ മാറുന്നു. പേഷ്യന്റ് അവിടെ എത്തി സ്പെസിമെൻ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഈ ഓട്ടോമേഷന്റെ ഭാഗമായിട്ട് പേഷ്യന്റ് ഡേറ്റ കളക്ഷൻ മുതൽ റിസൾട്ട് റിപ്പോർട്ടിംഗ് വരെയുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയർ മാനേജ്ഡ് ആണ്. സോഫ്റ്റ്വെയർ മുഖാന്തരമാണ് നമ്മൾ നടത്തുന്നത്. ബാർകോഡിങ്ങിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഓട്ടോമേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഓട്ടോമേഷന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പേഷ്യന്റിന്റെ ഡേറ്റ നമ്മൾ കംപ്ലീറ്റ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാനേജ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബുക്കിൽ പേഷ്യന്റ് പേരും ഡീറ്റെയിൽസും ഒക്കെ എൻറ്റർ ചെയ്യും. അതിന് പകരമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ അത് എൻറ്റർ ചെയ്യുന്നു. ആ ഡേറ്റയെ നമ്മൾ ഒരു മെഷീൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റിയെടുക്കും. മെഷീൻ റീഡബിൾ ഫോം എന്ന് പറഞ്ഞാൽ ഒരു ബാർകോഡ് റീഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഈ പേഷ്യന്റ് ഡേറ്റയെ നമ്മൾ ബാർകോഡുകളാക്കി മാറ്റും. ബാർകോഡുകൾ ആർക്കും അപരിചിതമല്ല. നമ്മൾ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ ബാർകോഡുകൾ കാണാം. ഈ ബാർകോഡുകൾ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഈ ബാർകോഡുകൾ അവിടെ ഒരു സ്കാനർ ഉപയോഗിച്ച് അവർ സ്കാൻ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ, അത് ഏത് കമ്പനിയുടെയാണ്, അതിന്റെ തൂക്കം എത്രയാണ്, മാനുഫാക്ചറിംഗ് ഡേറ്റ് എത്ര, എക്സ്പയറി ഡേറ്റ് എത്ര, അതിന്റെ പ്രൈസ് എന്ത്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും വിവരങ്ങളും ആ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിലേക്ക് കിട്ടും. അതേപോലൊരു സംവിധാനം ലാബുകളിൽ നവഡേയ്സ് ഏർപ്പെടുത്തുന്നുണ്ട്. ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ പേഷ്യന്റ് വിവരങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി അതൊരു ബാർകോഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ബാർകോഡ് ജനറേറ്റ് ചെയ്യും. പിന്നീട് ആ ബാർകോഡ് ആയിരിക്കും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ സാമ്പിൾ കളക്ഷൻ ബോട്ടിൽ നമ്മൾ ഈ ബാർകോഡാണ് ഒട്ടിക്കുക. അപ്പൊ ആ ബാർകോഡിൽ ഏതൊക്കെ ടെസ്റ്റ് ആണ് ഈ പേഷ്യന്റ് ചെയ്യേണ്ടത്, പേഷ്യന്റ് ഫുൾ ഹിസ്റ്ററി, പേഷ്യന്റ് പേര്, ഏജ്, അഡ്രസ് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്രസ്, ഡോക്ടറുടെ പേര്, അതുപോലെ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഈ പേഷ്യന്റ് ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് ബാർകോഡ് രൂപത്തിൽ. ബാർകോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരലൽ ആയിട്ടുള്ള ലൈനുകളാണ്. ആ ലൈനിന്റെ വിഡ്ത് അനുസരിച്ചിട്ടാണ് അതിന്റെ ഡേറ്റ ഈ മെഷീൻ റീഡ് ചെയ്യുക. ബാർകോഡ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു. പിന്നീട് ഈ സാമ്പിൾ നമ്മൾ ലാബിന് ഓരോ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഓരോ സെക്ഷനിലും ബാർകോഡ് റീഡർ ഉപയോഗിച്ചിട്ട് അവർ ഈ സാമ്പിളിനെ ഐഡന്റിഫൈ ചെയ്യും. നമ്മളിപ്പോ പേരെഴുതി വിടുകയാണെങ്കിൽ ആ പേര് ഒരേ പേരുള്ള 2 പേഷ്യന്റ് ഉണ്ടെങ്കിൽ അത് പരസ്പരം മാറിപ്പോകാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ബാർകോഡ് ആണെങ്കിൽ അത് ഒരിക്കലും സാമ്പിളുകൾ പരസ്പരം മാറിപ്പോകാനുള്ള സാധ്യതയില്ല. അതുപോലെ കളക്ഷൻ, പ്രോസസിംഗ്, റിപ്പോർട്ടിംഗ് എല്ലാ സ്ഥലങ്ങളിലും ഈ ബാർകോഡ് റീഡ് ചെയ്യുന്നു. അപ്പൊ ബാർകോഡ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്കറിയാം. ഒരിക്കല് ഒരു ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ
എല്ലാ സ്ഥലങ്ങളിലും ഒരു തെറ്റും കൂടാതെ അത് റീഡ് ചെയ്യാൻ പറ്റുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഹ്യൂമൻ എററിനുള്ള ഇങ്ങനെയുള്ള ക്ലറിക്കൽ എററിനുള്ള സാധ്യതകൾ കംപ്ലീറ്റ് ഇല്ലാതാകുന്നു. പിന്നെ ഓട്ടോമേഷനെ സംബന്ധിച്ച് ബാർകോഡിംഗ് വളരെ നിർബന്ധമാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് സംഗതി ലാബുകളിൽ സ്പെസിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബാർകോഡ് നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ലേബർ സേവിംഗ് ആണ്. ഓരോ സ്റ്റേജിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും എൻട്രി ചെയ്യാനും അങ്ങനെയുള്ള വർക്കുകളൊക്കെ കുറച്ച് ലേബർ സേവിംഗ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ബാർകോഡ്. ഇനി ഒന്ന് അക്രഡിറ്റേഷനെ കുറിച്ചാണ്. ലാബുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ലാബിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഉപകരണങ്ങളും സ്പേസിങ്ങും അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഏറ്റവും നല്ല ടെക്നീഷ്യൻസ്, ഏറ്റവും നല്ല മാനേജ്മെന്റ്, ഇതെല്ലാം കൂടി ഒന്നു ചേർന്നാൽ മാത്രമേ നമുക്കൊരു ലാബിനെ ഒരു ഐഡിയൽ ലാബ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ലാബ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ലാബിന്റെ ക്വാളിറ്റിയെ അംഗീകരിക്കുന്നത് പൊതുജനങ്ങൾ അംഗീകരിക്കണം, തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് അംഗീകരിക്കണം. അതുകൂടാതെ ഒരു നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്വതന്ത്ര ഏജൻസി എന്ന് ഞാൻ പറഞ്ഞത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത, അതായത് ആരുടെ സ്വാധീനത്തിൽ നിന്ന് പെടാത്ത ഒരു സ്വതന്ത്ര ഏജൻസിയുടെ റെക്കഗ്നിഷൻ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ലാബുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന, അക്രഡിറ്റ് ചെയ്യാൻ നമ്മൾ പറയും, അക്രഡിറ്റ് ചെയ്യുന്ന ധാരാളം ഏജൻസികൾ നിലവിലുണ്ട്. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് it is the process by which an independent agency accredits the quality and competence of lab on the basis of predefined standards. ചില സ്റ്റാൻഡേർഡുകൾ അതല്ലെങ്കിൽ ചില നിബന്ധനകൾ ഈ ഏജൻസികൾ മുമ്പോട്ട് വയ്ക്കും. ഈ നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ലാബിന് ഞങ്ങൾ അംഗീകാരം തരും. അപ്പൊ അവർ വിധിക്കുന്ന, മുൻകൂട്ടി തരുന്ന ആ നിബന്ധനകൾ പാലിക്കുന്ന ലാബുകൾക്ക്, അപ്പൊ ആ നിബന്ധനകൾ പ്രധാനമായിട്ടും ക്വാളിറ്റിയെ സംബന്ധിച്ചും ലാബിന്റെ ക്ഷമതയെ സംബന്ധിച്ചുമാണ്. എത്രമാത്രം ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് ആണ് ഈ ലാബ്, അല്ലെങ്കിൽ എത്രമാത്രം ക്വാളിറ്റിയിൽ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ പിന്നോട്ട് പോകണം. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, റിയേജൻസ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റി എന്നുള്ള സെൻസിൽ എടുക്കാൻ പറ്റും. അപ്പോ ഈ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്, ഈ ലാബിന് അക്രഡിറ്റേഷൻ കൊടുക്കും. നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങുമ്പോൾ ISI മാർക്ക് നമ്മൾ നോക്കാറുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ISI. അപ്പൊ ISI മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ മാത്രമേ ISI മാർക്ക് കിട്ടൂ. അതുപോലെ ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ധാരാളം ഏജൻസികളുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ട് NABL, NABH 2 ഏജൻസികളാണുള്ളത്. NABL എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അതൊരു ബോർഡാണ്, നാഷണൽ ബോർഡാണ്. ആ ബോർഡിന്റെ അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിന്റെ ആളുകൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ അക്രഡിറ്റേഷൻ കിട്ടും. ആ ഇൻസ്പെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഒരിക്കൽ മാത്രമല്ല ഉണ്ടാകുക. ഒരിക്കൽ നമ്മൾ ക്വാളിറ്റി നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. അത് നമ്മൾ തുടർന്നു കൊണ്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ആളുകൾ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യും. അങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തി അവർ നമുക്ക് അക്രഡിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് NABL അക്രഡിറ്റഡ് എന്ന് പറയുന്ന ബോർഡ് നമുക്ക് വെക്കാൻ പറ്റും. മറ്റൊന്ന് NABH ആണ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതും ഒരു നാഷണൽ ബോർഡാണ്. അവരും ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അക്രഡിറ്റേഷൻ തരിക. മറ്റൊരു ഏജൻസിയാണ് CAP, കോളേജ് ഓഫ് അമേരിക്കൻ പാത്തോളജിസ്റ്റ്. ഇതൊരു ഇന്റർനാഷണൽ ഏജൻസിയാണ്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ലാബുകൾക്കും ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റേറ്റിംഗ് കൊടുക്കുന്ന, അക്രഡിറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് CAP, കോളേജ് ഓഫ് അമേരിക്കൻ പാത്തോളജിസ്റ്റ്. ഇനിയുള്ളത് ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ. അതാണ് ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ, ISO. വീഡിയോയിൽ ഓർഗനൈസേഷൻ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കാതെ ഓർഗനൈസേഷൻ എന്നാണ്. ISO നമ്പറുകൾ നമ്മൾ പല നമ്പറുകൾ കാണാം. ISO 2001, 9001 എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ലാബുകളെ സംബന്ധിക്കുന്ന ISO നമ്പർ 15189 ആണ്. ISO 15189 ആണ് ലാബിന്റെ ക്വാളിറ്റിയെ സംബന്ധിക്കുന്ന ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ നമ്പർ. ഇപ്പൊ ഞാൻ ക്വാളിറ്റിയെ സംബന്ധിക്കുന്ന പറഞ്ഞാൽ ലാബ് ടെസ്റ്റുകളുടെ ക്വാളിറ്റി, ലാബിന്റെ പ്രവർത്തനങ്ങളിലുള്ള മികവാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ മറ്റു ചില അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മറ്റു പല ISO സർട്ടിഫിക്കേഷൻസും ഉണ്ട്.
പക്ഷെ അവിടെ ആക്ച്വൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ISO സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ISO 15189 ആണ്. ഈ സർട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇന്റർനാഷണൽ അംഗീകാരമാണ് ലഭ്യമാകുക. ഇനി അവസാനമായിട്ട് നമ്മൾ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് കൂടി കാണുന്നു. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു ലാബ്, ഓട്ടോമേറ്റഡ് ലാബ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഈയിടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്പ്രിംഗ്ലർ, ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച്. ആ സ്പ്രിംഗ്ലർ കമ്പനി ചെയ്തു വന്നിരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോവിഡ് ജാഗ്രത പോർട്ടൽ എന്ന് പറയുന്നൊരു പോർട്ടൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്രം വായിക്കുകയോ TV കാണുകയോ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നോ, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ വരുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റൂ എന്നൊരു നിബന്ധന ഗവൺമെന്റ് വെച്ചിരുന്നു. അപ്പൊ അത് വിവാദമായിരുന്നു. അത് ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പോർട്ടലിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്ന ഒരു സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയിലായിരുന്നു. അപ്പൊ ആ കമ്പനി ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രജിസ്ട്രേഷനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങള് ഗവൺമെന്റിന് അല്ലെങ്കിൽ പൊതുജനത്തിന് ലഭ്യമാകും എന്നുള്ളതിനെ കുറിച്ച് പ്രസന്റേഷൻ നടത്തിയത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവരുടെ സൈറ്റിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ഒരാള് ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് ആധാർ കാർഡ് വെച്ചാണ് രജിസ്റ്റർ ചെയ്യുക. അതേ സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അയാളുടെ ഡീറ്റെയിൽസ്, അയാൾ ഏത് പ്രദേശംകാരനാണോ ആ പ്രദേശത്തെ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകൾക്ക് ലഭ്യമാകും. ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്ന കോവിഡ് സെല്ലിന് ലഭ്യമാകും. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് ലഭ്യമാകും. ആ മെഡിക്കൽ ഓഫീസറുടെ കീഴിലുള്ള ഏത് പ്രദേശംകാരനാണോ ഇയാള് ആ പ്രദേശത്തെ പബ്ലിക് ഹെൽത്ത് നേഴ്സിനും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ലഭ്യമാകും. ഈ പേഷ്യന്റ് ഈ പേരിലുള്ള ഒരു പ്രത്യേക പേരിലുള്ള ഒരു പേഷ്യന്റ് ഇന്ന പ്രദേശത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പേഷ്യന്റിന് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഈ എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കാൻ പറ്റും. അങ്ങനെ ഒരു മാസ്സായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ നമുക്ക് ലാബുകളിലും ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് ആ പേരിൽ അറിയപ്പെടുന്നത്. ഒരു പേഷ്യന്റ് ലാബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ ഉടനെ തന്നെ അത് ബാർകോഡ് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ഈ പേഷ്യന്റിന്റെ റിസൾട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിൽ ഓട്ടോമാറ്റഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സോഫ്റ്റ്വെയറിലേക്ക് തന്നെ അത് എൻജേഡ് ആകുന്നു. ആ റിസൾട്ട് ഇപ്പൊ ഒരു പേഷ്യന്റിന് നമ്മൾ 2-3 സ്പെസിമെൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ബ്ലഡ്, അതുപോലെ തന്നെ യൂറിൻ, സ്പ്യൂട്ടം, ഇത് 3 ഉണ്ട്. അപ്പൊ ഈ 3 റിയേജന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും 3 റിസൾട്ടുകൾ ഉണ്ടാവും. ഈ റിസൾട്ടുകൾ ഈ ഇൻസ്ട്രുമെന്റ് അതെല്ലാം കൂടി കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്തിട്ട് ഇപ്പൊ പേഷ്യന്റ് ബ്ലഡ് തന്ന് അല്ലെങ്കിൽ സ്പെസിമെൻ പേഷ്യന്റ് വീട്ടിലേക്ക് പോകാം, ഈ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം റിസൾട്ട് എല്ലാം കിട്ടി. ഈ റിസൾട്ട് സിസ്റ്റം, ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം പേഷ്യന്റിന്റെ ഇമെയിലിലേക്ക് അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് അത് അയച്ചു കൊടുക്കുന്നു. ഏത് ഡോക്ടറാണോ ഈ റിസൾട്ട് അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്ത് ആ ഡോക്ടർക്ക് പോകുന്നു. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ റിസൾട്ട് പോകുന്നു. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് ഫയലിലേക്ക് പോകുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും, അതായത് ഒരു പേഷ്യന്റ് വന്ന് അതിന്റെ പേയ്മെന്റ് മുതൽ, ബില്ലിംഗ് മുതൽ, സാമ്പിൾ പ്രോസസ്സിംഗ് മുതൽ, റിസൾട്ട് റിപ്പോർട്ടിംഗ് മുതൽ, റിസൾട്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ മുതൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ലബോറട്ടറികളിൽ, ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറികളിൽ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ റോബോട്ടിക്സ് ഒക്കെ നവഡേയ്സ് നമുക്കറിയാം, റോബോട്ടിക്സ് ഒക്കെ നമ്മുടെ ലബോറട്ടറികളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. റോബോട്ടിക് സിസ്റ്റം ഒക്കെ ഉൾപ്പെടുത്താറുണ്ട്, റോബോട്ടിക് മെത്തേഡുകൾ ഉൾപ്പെടുത്താറുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോട് പ്രവർത്തിക്കുന്ന ലാബുകളിൽ വികസിത രാജ്യങ്ങളിലൊക്കെ വളരെയധികമായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അങ്ങനെയുള്ള ആ ലാബുകളിൽ ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മൾ ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ പോർഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ക്ലിനിക്കൽ പതോളജിയിലേക്ക് പ്രവേശിക്കും.
ക്ലാസ്സുകൾ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നതാണ്.